ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ എത്ര 5th or 6th പാർട്ടായിട്ടാണ് ഗൈസ്. ഞാൻ ഇതൊന്നും ബിൽഡ് ചെയ്താൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി എടുത്തിട്ടു, കോപ്പിറൈറ്റ് അടിച്ചു. അത് തമ്പനയിലെ പ്രശ്നമായിരുന്നു ഗൈസ്. അത് കാരണം കോപ്പിറൈറ്റ് അടിച്ചു. പിന്നെ അതിപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഫാം നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് അതിൻ്റെ വീട്ടെടുത്ത് സീഡ് വീണ്ടും ഇട്ടു. പിന്നെ അതേപോലെ അത് വീറ്റ് ഇതിൽ കൊടുത്ത് ഇങ്ങനെ കുറേ ആക്കിയിട്ട് ഈ പശുവിനൊക്കെ കുറേ കൊന്ന് ഇതിൻ്റെ ലെതർ കുറേ കിട്ടി നമ്മളുണ്ടാക്കി. ഇത് നമ്മുടെ നേരത്തോട്ട് ഉണ്ടായി. അപ്പം നമ്മൾ ഒരു പിക്കാക്സ് മാത്രം എൻചാൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡയമണ്ട് പിക്കാക്സ് നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. പക്ഷെ ഞാനത് എൻചാൻറ്റ് ചെയ്യാത്തതിനാന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ കാട്ടണ്ടേ. അപ്പോൾ കാട്ടാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പം ഇല്ല പിക്കാക്സ്, ജസ്റ്റില്ലേ കാട്ടിത്തരാം. പിക്കാക്സ് കയ്യിലുണ്ട്. പിന്നെ ബാക്കിയൊന്ന് ബുക്ക് ഷെൽഫാണ് കഴിച്ചത്. പിന്നെ പശുവിനൊക്കെ വന്ന് കുറേ ബീഫൊക്കെ കിട്ടി. 7 ഡയമണ്ട് നമ്മുടെ എല്ലാം ഉണ്ട്. നമ്മളിന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ഡയമണ്ട് നേരെ മൈൻ ചെയ്ത് ആർമർ സെറ്റാക്കാൻ പോവാം. ആദ്യം തന്നെ അല്ലെങ്കിൽ നമുക്കൊരു മോബ് ഫാം ഉണ്ടാക്കാം ഗൈസ്. മോബ് ഫാമില്ലേ, ക്രീപ്പർ ഫാം, സോംബി ഫാം എല്ലാം മിക്സ് ആയിട്ടുള്ള ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊന്ന് യൂട്യൂബിൽ പോയിട്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം ഗൈസ്. അപ്പോൾ അവർ പറഞ്ഞത് 25 സ്റ്റാക്ക് ഓഫ് കോബിൾ സ്റ്റോണ്, പിന്നെ 64 ട്രാപ്പ് ഡോറ്, പിന്നെ 4 ഹോപ്പർ, പിന്നെ 2 വാട്ടർ ബക്കറ്റ്, പിന്നെ ഇപ്പോൾ ഒരു 10 ടോർച്ച് മതി. പിന്നെ അതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾ യൂട്യൂബിൽ സുഖമായിട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ ബിൽഡ് ചെയ്യാം ഗൈസ്. കോബിൾ സ്റ്റോൺ വേണം കുറച്ച്. ആവശ്യത്തിന് നോക്കിയാൽ ഒരു കോബിൾ സ്റ്റോണും കിട്ടൂല. കുറച്ചുള്ളൂല്ലോ, 24 സ്റ്റാക്കൊന്നും ഇല്ല. പിന്നെ ഞാൻ കുറച്ച് സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിൽ 24 ആയിട്ടില്ല. ഒരു 5 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഉള്ളൂ. പിന്നെ 2 ചെസ്റ്റ് വേണം. പോയി വെട്ടിയിട്ട് വരാം. ഒരു മിനിറ്റ് ഗൈസ്, ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയെടുത്ത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി കുറച്ച് വുഡ് വെട്ടിയിട്ട് വരാം. വുഡ് വെച്ചിട്ട് കുറച്ച് ജസ്റ്റ് കുറച്ചല്ല, 2 എണ്ണം മതി. 2 എണ്ണം മതി. ആ ഒച്ച ശ്രദ്ധിക്കേണ്ട ഗൈസ്, അത് ഇവിടുത്തെ കറണ്ട് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഇത്ര മതി. പിന്നെ ഇനി ഹോപ്പർ വേണമല്ലോ, ഹോപ്പർ ഉണ്ടാക്കാം. ഇനി അതിന് കുറച്ച് അയൺ മൈൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഇപ്പോൾ അതൊന്നും എങ്ങനെയും കാട്ടണ്ട, വീഡിയോ ഇച്ചിരി ലോങ് ആവുന്ന ഓർത്താണ് ഗൈസ്. അപ്പോൾ അയൺ എടുക്കാൻ പോയപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അയൺ കുറച്ചായിട്ട് അത് പറഞ്ഞാൽ 4 ഹോപ്പർ ഉണ്ടാക്കി. ഇനി നമുക്ക് ഒരു ഇവിടെ ആയിട്ടുണ്ടാക്കാം. ഇവിടെ വലിയ കുഴിയായിരുന്നു. ഈ കുഴി ആദ്യം അടച്ചിട്ട് വരാം. കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഇത് എവിടെ നിന്നാണ് ഇങ്ങനത്തെ സോങ് കൂടെ വെച്ചാ? ഡേർട്ട് തീർന്നു. മൂഞ്ചി അവസ്ഥ. ഇവിടെ ഞാനിപ്പോൾ എങ്ങനെ മെൽട്ട് കയറും? ഡേർട്ട് ഓർത്ത് കൊടുക്കാം. ഇത് മൊത്തം എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. ഇത് പിന്നെ ഭയങ്കര ലോങ് ആവുകൊണ്ടാട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാക്കി കളയണേ ഗൈസ്. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ 2 ചെസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ 4 ഹോപ്പറാണ് വെക്കാൻ പറയണത്. എനിക്ക് തോന്നണത് ഇവിടെ 2 ചെസ്റ്റ് വെക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയാണല്ലേ. അപ്പം നമുക്ക് കയ്യിൽ ഫുഡ് നോക്കട്ടെ. ഒരെണ്ണാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മുകളിൽ കുറച്ച് വുഡുണ്ടോ നോക്കിയിട്ട്
2. അപ്പോൾ നമുക്കിത് മതി. ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇപ്പം സെറ്റ്. ഇനി ചെസ്റ്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് പോയി. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് XP കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിനി ഇങ്ങനെയും വെച്ചു. അല്ലത് ഇങ്ങനെയല്ല, ഈ ചെസ്റ്റിനെ ഫേസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് സ്ലാബ് വേണോ അല്ലേ? സ്ലാബ് ഇത്രയും വേണ്ട, ഇത് മതി. സ്ലാബിൻ്റെ വലുതായിട്ട് ആവശ്യമില്ല. ഇവിടെ 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 പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ വെക്കണം. ഇപ്പോഴാണ് ഓർത്തത്, സ്ലാബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമുക്ക് പിന്നെ കുറച്ച് 64 ട്രാപ്പ് ഡോർ വേണം. കുറച്ച് വുഡൊക്കെ വെട്ടിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് കൃത്യം എത്ര 64 ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ കയറി നിന്നിട്ട് ഇങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 24 ബ്ലോക്ക് മേളിയിട്ട് പോകണം ഗൈസ്. ഈ ചവർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് കളയാം. നമുക്ക് ഇങ്ങനെ ഒരു ഇപ്പം 2 3 4 ഇനി ഇതേപോലെ 24 ബ്ലോക്ക് മേളിട്ട്. ഇതിപ്പം 4. ഇത് മൊത്തം ഇങ്ങനെ വെച്ച് 5 എന്നിട്ട് ഇത് കിട്ടിയില്ല 6. ഇതിനൊരു 24 വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാൻ കഴിയും ഗായ്സ്. അപ്പോൾ ഞാൻ 24 അല്ലായിരുന്നു ഗൈസ്, 22ആണ്. ഞാൻ ഒന്നോടെ നോക്കിയപ്പോൾ 22ആണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇനിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 8 ബ്ലോക്ക് 1 2 ഈ ഒരു രീതിയിൽ 2 ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കാട്ടിത്തരാം ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു അങ്ങോട്ടിട്ട് ഇനി ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ബിൽഡ് ചെയ്യണം കാട്ടിത്തരാം ഗൈസ്. ഇത് ഇങ്ങനെ ബിൽഡ് ചെയ്യാനാണ് ഇവർ പറയണത്. 2 ബ്ലോക്ക് ഹൈയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ എന്നാണ് ഇവർ പറയണേ. നമുക്ക് നോക്കാം. ഇതേപോലെ ഇപ്പോൾ ഇതേപോലെ വെച്ചല്ലേ. ഇതിനി ഇവിടെ ഇങ്ങനെ ആക്കണം, ഇവിടെ വെക്കണം. ബാക്കി നമുക്ക് നോക്കിക്കോട്ടെ ഗൈസ്. അപ്പോൾ നമുക്കിനി ഒരു ഇത്രയും ഇട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനത് മൊത്തം ഇനി വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞാലേ ഇത് മൊത്തം ആക്കിയിട്ടുണ്ട്. ഇനി ഇവർ പറയുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ 2 വാട്ടർ ബക്കറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾക്കിപ്പോൾ അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇത്രയും ബ്ലോക്കുള്ളൂ. നമുക്കിത് മൊത്തം ഒന്ന് സെറ്റ് ആക്കണം. അതിനൊരു 3-4 സ്റ്റാക്ക് ബ്ലോക്ക് കൊണ്ട് വേണം ഗൈസ്. അപ്പോൾ അത് എടുത്ത് താഴെ പോയിട്ട് കാണാതെ ഞാൻ ഇതിനകത്ത് വീഡിയോ കാട്ടില്ല ഗൈസ്. വീഡിയോ കുറച്ച് ലോങ് ആവുമെന്ന് ഓർത്ത്. പിന്നെ നമുക്കിനി വേണ്ടതെന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് കാർപ്പറ്റ് വേണം ഗൈസ്. അതൊക്കെയാണ് വേണ്ടത്. നമുക്ക് എല്ലാം എടുത്തിട്ട് വരാം. ഇവിടെ വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളെ കോബിൾ സ്റ്റോൺ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടത് കാട്ടിത്തരാം ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് കാണ്. നമ്മൾ ഇങ്ങനെ താഴെ കുറേ ക്രീപ്പർ താഴെ ചാടി നമ്മൾ ചാവും. ഇവിടം വരെ പോയിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ടും ഇങ്ങനെ പോകണം. ഇത് കവർ ചെയ്ത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. കാർപ്പറ്റ് എന്തിനാ എടുക്കണമെന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് വെച്ചാൽ സ്പൈഡർ സ്പോൺ ആവാൻ വേണ്ടിയിരിക്കും ഗൈസ്. അത് നമുക്ക് നല്ലതാണ്. സ്പൈഡറിന് നമുക്ക് ആവശ്യമില്ല. അതാണ് നമുക്ക് വേണ്ടത്.
ഇങ്ങനെ ചെയ്താവുമെന്നാണ് ഇവർ പറയണത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതേപോലെ ഇത് മൊത്തം പ്ലാറ്റ്ഫോം സെറ്റാകണം. നമുക്കിപ്പോൾ കുറച്ച് സ്റ്റാക്ക് കോഴ്സും കയ്യിലുണ്ട്. നമ്മുടെ ഇവിടെ കൊണ്ടാ വെക്കണമായിരുന്നു. ഈ പ്ലാറ്റ്ഫോമിന് ഇത് കോബിൾ സ്റ്റോൺ ആണോ സ്ലാബാണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇതൊക്കെ മതി. നമുക്കിനി ഇത് പെയിൻ ചെയ്ത് കണ്ടില്ലേ വയസ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് ഈ ഇതില്ലേ ഈ സാധനം തന്നെ അവിടെയും ചെയ്ത് മൊത്തം ഫില്ലാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ മൊത്തം പകുതിയും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീഡിയോ നല്ല ലോങ് ആവുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെയും ഇനി ഇവിടെ കൊണ്ടും ചെയ്യാനുണ്ട് ഗൈസ്. ഇതുകൊണ്ടും ചെയ്യാൻ നമ്മൾ കുറച്ചുകൊണ്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് ടോർച്ച് എടുത്തോ ഞാൻ. ടോർച്ച് കയ്യിലുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഇത്ര സാധനങ്ങൾ മെയിനായിട്ട് വേണമെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഒറ്റയ്ക്ക് ഉണ്ടാകും. അതിങ്ങനെ വീട്ടുകാരിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലാണ് അത് കാര്യമാക്കേണ്ട. നമ്മുടെ കാര്യം മാത്രം നമ്മൾ നോക്കണം. ഇവിടെ ഇങ്ങനെ വെച്ച് എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമും കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഒരു വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടാക്കണം. കാട്ടിത്തരാൻ കഴിച്ചു. ബ്ലോക്ക് ഈ ഒരു സ്റ്റാക്ക് കൊണ്ടേ ഉള്ളൂ. ലാസ്റ്റ് സ്റ്റാക്കാണ് നമ്മുടെ കയ്യിലിരിക്കണം. ഇനിയും വേണം. ഇനി ഞാൻ കാട്ടിത്തരാം ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് കുറച്ച് ഇറക്കി വെക്കേണ്ടി വരും. ഇവിടെ അത് ശരിയാവില്ല. കുറച്ച് ഇറക്കി ചെയ്യാം. ഇവിടെ ഇങ്ങനെ വെച്ചു. ഇവിടെ വെള്ളം ഒഴിച്ചു. ഇതിന് ഇൻഫിനിറ്റി ആകത്ത അതിനാ ഒന്നോടെ ഇവിടെ ഒരെണ്ണം. എന്നിട്ട് ഇവിടുത്തെ വെള്ളം എടുത്തിട്ട് ഇവിടെ ഒഴിച്ചു. ഇപ്പം ഇൻഫിനിറ്റി. ഇനി ഇൻഫിനിറ്റി നമ്മൾ ഇവിടെ വയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ വെച്ചായിരുന്നു നിൽക്കണ്ടല്ലോ. വാട്ട് അതെന്നാ? ഒരു ഭക്ഷണം പറ്റി ഗൈസ്. എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ നോക്ക്. ഇത് ഇവിടെ ഒഴിച്ചു. കൃത്യം ഇവിടെ മൂഞ്ചി. ഷിറ്റ്. ഇത് മൊത്തം ഇതിനകത്ത് വന്ന് കാണും. ഇതിങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ സാധനം വർക്കിംഗ് ആണ്. കണ്ട അതിനെ ആർക്കാട്ട് ഓഫറിനകത്തല്ല ഉണ്ടായിരുന്നല്ലേ ഇത് മൊത്തം. ഇനി എന്ത് കഷ്ടമാണ് ഇത് ഉണ്ടാക്കി വെറ്റിപ്പോയി. വെച്ച ബ്ലോക്ക് ശരിയായില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഒന്നുകൂടെ പോട്ടെ എല്ലാം ഒന്നോടെ എല്ലാം ഇനി മേളിൽ മലിഞ്ഞ് കയറണം. ബക്കറ്റ്, ഇനി ബ്രെഡ്, ടോർച്ച്, ഇനി കോബിൾ സ്റ്റോൺ, ഇനി വെള്ളം എടുക്കാം. ഇനി നമ്മളൊന്ന് പോയി കിടന്നുറങ്ങിയിട്ട് വരാൻ കഴിച്ചു. അത് നല്ലത്. നമ്മുടെ സന്ധ്യ ആവാറായി. അത് തെറ്റിപ്പോയായിരുന്നു കഴിച്ചു. അത് ഇനി അതൊന്ന് മൊത്തം എല്ലാം ഒന്ന് ഓടിച്ചിട്ട് എല്ലാം എന്താ തെറ്റുന്നെല്ലാം തിരുത്തിയിട്ട് ഒന്ന് നോക്കാം കഴിച്ചു. ഞാനിത് വീണ്ടും റീബിൽഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് കൂടിപ്പോയി കഴിച്ചു. അപ്പോൾ നമ്മളിനി എല്ലാ അറ്റത്തും പോയി വെള്ളം ഒഴിച്ചാൽ സാധനം ഈ അറ്റത്ത് ഇങ്ങനെ വന്നിരിക്കണം. എന്നാൽ നമ്മളിത് കൃത്യമാണ്. അത് ഞാൻ ഇപ്പോഴാണ് കാഴ്ച മനസ്സിലാക്കി. എല്ലായിടത്തും 2 വാട്ടർ ബക്കറ്റെങ്കിലും വേണം.
ഇങ്ങനെ ആണെങ്കിൽ അൺലിമിറ്റഡ് ആവും. ഇവിടെ ആയി. ഇനി ഇവിടെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്, അല്ല അപ്പുറത്തെ ഒരു ഇതുകൊണ്ട് വയ്ച്ചാൽ പിന്നെ സെറ്റ്. ഇനി കുറച്ച് പരിപാടി കൊണ്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ട്രാപ്പ് ഡോർ മൊത്തം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അയ്യോ ഇത് എന്താണ് ഇത്? ഒരു ബക്കറ്റ് കയ്യിലിരുന്നോട്ട് ആവശ്യം വരും. ട്രാപ്പ് ഡോർ എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ അവരങ്ങനെയാണ് കാണിച്ചത്. കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. ഞാനിത് കെയർലെസ് ആയിട്ടാണ് വെക്കണേ. അപ്പോൾ മൊത്തം ഒന്ന് സെറ്റാക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വെള്ളം വെച്ച സ്ഥലത്തിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചത് ഇവിടെ ഇത് മൊത്തം നമുക്കൊന്ന് ആക്കിയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ട്രാപ്പ് ഡോർ മൊത്തം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാപ്പ് ഡോർ മറ്റേ സാധനം ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ വാട്ടർ സോഴ്സ് ഇനി നിർത്താം. നമുക്ക് ഇതിൻ്റെ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഇങ്ങനെ തുറന്നിടണം. എല്ലാം ഇങ്ങനെ തുറന്നിടണം. അവിടെ ഇത് തെറ്റിപ്പോളാം. ഇതിങ്ങനെയല്ല വരണ്ടേ, അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാ എൻ്റെ മച്ചി പെട്ട്. ഇത് മൊത്തം തെറ്റിയെന്ന് തോന്നുന്നു. എടാ ഇത് തെറ്റിയതാ, ഇതൊക്കെ തെറ്റിയടാ. ഇതൊക്കെ തെറ്റിപ്പോയി, കുറച്ചൊക്കെ തെറ്റും ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണം, അത് കാരണം. ഇത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കണം. ഇതിവിടെ വെക്കണ്ട, അറിയാണ്ട് കൈ നായിപ്പോയതാ. ഇനി ഇങ്ങനെ ഇതേപോലെയാണ് എല്ലാം ആവണ്ടേ. ഇനി സെയിം അല്ല നോക്കട്ടെ. ഇത് സേഫാണ്. ഇത് തെറ്റി. എല്ലാം നോക്കട്ടെ. ഇനി ഇവിടുത്തെ ലെയർ മൊത്തം തെറ്റിയടാ. ഇനി ഇത് മൊത്തം എടുത്തേക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും, അത് വീണ്ടും ഞാൻ പറയുവാണ്, കാര്യമാക്കണ്ട. അത് അവരെന്തോ ചർച്ച ചെയ്യുന്നു, നമുക്കത് കാര്യമാക്കണ്ട. ഇത് ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൃത്യമായിട്ട് ഇട്ടാലാണ് വർക്കാവുള്ളൂ. അതാണ് നൈസ്, അതാണ് എനിക്ക് വേണ്ടത്. എനിക്കല്ല, ഇങ്ങനെ ഏതായാലാണ് മോബ് ഫാം വർക്കാവുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുവാണെങ്കിൽ എടാ വെള്ളം, എൻ്റെ വെള്ളം. എല്ലാം കൃത്യമല്ലേ? എല്ലാം കൃത്യം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ വാള് നമ്മൾ 2 ബ്ലോക്ക് ഇങ്ങനെ ഹൈ കൊണ്ടുപോകണം. ഇത് മൊത്തം ഇങ്ങനെ ചുറ്റും ആക്കണം. അപ്പോൾ എനിക്കത് കുറച്ച് ഞാൻ മറന്നു പോയി, നോക്കണം. ഒന്നോടെ പോയി ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇതിങ്ങനെ ഈ മേല് മൊത്തം നമ്മൾ തന്നെ കവർ ചെയ്യണം ഗൈസ്. ഇതിങ്ങനെ കവർ ചെയ്താൽ സംഭവം കഴിയല്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാർപ്പറ്റ് കുറച്ചിട്ട് കൊടുത്ത് അതേപോലത്തെ സംഭവങ്ങളൊന്നും മാത്രമേ ഉള്ളൂ. ഞാൻ മൊത്തം നോക്കി. ഇനി ശരിയാകുമെന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഈ രാത്രി ഇവിടെ ആവുകയാണെങ്കിൽ എന്തായാലും പക്ഷേ ഇവർ ആദ്യം ഉണ്ടല്ലോ മറ്റേ ഈ വലിയ ഇത് വെച്ചുണ്ടാകൂലേ, എന്നായിരുന്നു എൻ്റെ പേര്? ബാമ്പു അല്ലല്ലോ. അല്ല ബാമ്പു ആണോ? ബാമ്പു ആണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് സാധനം ഉണ്ടാക്കൂലേ ഇങ്ങനെ മേളിൽ കയറിപ്പോയി. അതുണ്ടെങ്കിൽ അത് വേണമെന്നാണ് അവർ പറയണത്. എൻ്റെ മേളിൽ പോയി 224 ബ്ലോക്ക് മേളിൽ പോയി പോകണമെന്നാണ് അവർ പറയണത്. പക്ഷേ ചില യൂട്യൂബേഴ്സ് അങ്ങനെ പറയണില്ല. ടോർച്ചും പോയി.
ഇനി അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് മൊത്തം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്കൊന്ന് ട്രാൻസ്ഫോർമേഷൻ പോലെ ഒന്ന് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളിത് മൊത്തം ചെയ്ത് കഴിഞ്ഞു. കുറേ സമയം എടുത്തു, ഭയങ്കര ഇരുട്ട് എന്ന് പറഞ്ഞാൽ ടോർച്ച് ഇവിടെ വെച്ചു. ഇവിടെ ട്രാപ്പ് ഡോർ വെച്ചൊരു വഴി ഉണ്ടാക്കിയായിരുന്നല്ലോ. ഈ ഇരുട്ട് വേണം ഗൈസ് ഇവിടെ. നമുക്കിനി ടോർച്ച് പൊട്ടിക്കാം. ഈ ടോർച്ച് പൊട്ടിച്ചിട്ട് അല്ലല്ല ഇവിടെ ടോർച്ച് ഇപ്പോൾ വെച്ചേ. ഇനി ഇവിടെ ടോർച്ച് വെച്ചേ. കുറച്ച് പരിപാടിയും ഗൈസ്. ഇനി നമ്മൾ ഇവിടെ കാർപ്പറ്റ് എങ്ങനെയെന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ട് 1 2 അതെൻ്റെ ഇവിടെയാണോ ആണെന്ന് തോന്നുന്നു. 1 2 ഗ്യാപ്പ് വിട്ടിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. കൃത്യമായിട്ടറിയില്ല. 1 2 ഇങ്ങനെയാണെന്ന് വിശ്വസിക്കാം. 1 2 2 1 2 അതേപോലെ തന്നെ ഇവിടെ 1 2 ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. അയ്യോ എടാ എൻ്റെ കാർപ്പറ്റ് ഓത്തുമ്പോൾ കഷ്ടപ്പെട്ട് വെച്ചായിരുന്നടാ. ഒരു കാര്യം ഉണക്കില്ല ഗൈസ്. വെറുതെ അല്ല എനിക്ക് വെട്ടം കാണാത്ത. ഇപ്പം സെറ്റ്. 1 2 ഇവിടുന്ന് 1 2 ഇവിടെ കമ്പിത്തായി. ഇനി ഇതേപോലെ തന്നെ ഒരു മിനിറ്റ്, ഞാൻ അറ്റത്ത് നിന്നല്ല തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. 1 2 ആയില്ല. ഇവിടെ 1 2 ഇവിടെ ഇതേപോലെ തന്നെ അപ്പുറത്തും അവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇതെന്തിനാ പറയുക സ്പൈഡർ. ഇതെനിക്ക് തോന്നുന്നു ഒരെണ്ണം മതി, അത് മൊത്തം വെക്കണമെന്നാണ് എൻ്റെ ഡൗട്ട്. ഇതുകൊണ്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കരുതി വെച്ചായിരുന്നു. 2 സ്റ്റാക്ക് നമ്മൾ കരുതി വെച്ചായിരുന്നു. അത് ഞാൻ കാര്യം വേണമെന്ന് ഓർത്ത്. അപ്പം കൃത്യമായി ഇത്ര വേണ്ടായിരുന്നു. ഇനി ഇവിടെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇതേപോലെ അങ്ങ് വെക്കണം. പിന്നെ ഈ ടോർച്ച് പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. ഇനി ടോർച്ചും പൊട്ടിക്കണം. ഇനി ഇത് ചാർജ് ചെയ്താറേ പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഇത് ടോർച്ച് പൊട്ടിക്ക്. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് പോവാം. എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മളിങ്ങനെ ടോർച്ച് അങ്ങ് കുത്തി വെക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്പോൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ സ്പോണായി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം മേളിലല്ല നമുക്ക് സ്പോൺ ആക്കേണ്ടത്. ഇരുട്ടുള്ള സ്ഥലത്താണ് ഇവർ സ്പോൺ ആവണേ. അതാണ് ഗൈസ് നമുക്ക് വേണ്ട. ഇത്രയും ടോർച്ച് ഒരു സ്ഥലത്ത് വേണ്ട. നടുക്കൊന്നും ഒട്ടും ടോർച്ചില്ല. ഇത്ര മതി. അപ്പോൾ നമ്മുടെ ഈ മോബ് ഫാമിൻ്റെ പണി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ടൊരു ക്ലച്ച് ഇടാം. ആവണേ. 3 2 1 ക്ലച്ച് ചെയ്യാൻ അറിയില്ലാത്ത നൂബടെ എന്താണ് ഇങ്ങനെ. ഇനി ഇത് മൊത്തം കളക്ട് ചെയ്യാം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മോബ് ഫാം അവിടെ ഉണ്ട്. നമുക്കൊന്ന് കിടക്കാം. ഇങ്ങനെ കിടന്നതിന് കുറച്ച് നേരം ഇനി ശ്രമിക്കാം. എല്ലാവരും
ലാഡർ എടുക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ XP നമുക്ക് ആവശ്യമുള്ള എൻജാനിങ്ങിന് ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ അപ്പോൾ നമ്മുടെ XP ഫാം കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ XP ഫാം വർക്കായി. പിന്നെ നമ്മളിപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുമ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇതിനകത്ത് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ വരാൻ. നമ്മളിപ്പോൾ കുറേ 19 XP ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഗൈസ്. 13, 30 പിന്നെ ഇതിനകത്ത് കുറച്ചുണ്ടാവും. അതിനകത്തും 10 മൊത്തം ഇപ്പോൾ കുറച്ച് 41 ഇതിൻ്റെ കൂടെ നമുക്ക് ഇതും കിട്ടുന്നൊരു വലിയ കാര്യമാണ് ഗൈസ്. എൻ്റെ ഗൺ പൗഡറിന് ഇനി വേറെ ഇത് മറ്റേ ക്രീപ്പർ ഫാം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അവിടെ വന്നു ഇനിയിപ്പോൾ ഇവനെ കൊല്ലണം. പിന്നെ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത് നമ്മുടെ നെതറൈറ്റ് എടുക്കാനുള്ളതും ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ക്രീപ്പർ ഫാം ക്രീപ്പർ ഫാം പോട്ടെ XP ഫാം വർക്കിംഗ് ആണ് ഗൈസ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ മൊത്തം കാട്ടണമായിരിക്കും ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഔട്ട്.